ചായക്കടയിലെ പാത്രം കഴുകൽക്കാരിയിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഇന്ന് മന്ത്രിയാണ്. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ഇന്ന് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പൊരുതി നേടിയ വിജയത്തിന്റെ കഥയാണ് ബിന്ദു കൃഷ്ണയ്ക്ക് പറയാനുള്ളത്. സ്കൂൾ പഠനകാലം മുതൽ തന്നെ അച്ഛന്റെ ചെറിയ ചായക്കടയിൽ പാത്രം കഴുകിയും വീട്ടുജോലികൾ ചെയ്തുമായിരുന്നു അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ ജീവിത പോരാട്ടം അവിടെ തുടക്കം കുറിച്ചത്. ഇന്ന് അതേ ബിന്ദു കൃഷ്ണ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇത് അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ് അവർക്ക്. അച്ഛൻ പി സുകുമാരൻ ചിട്ടി നടത്തിയും അമ്മയാകട്ടെ വസുമതി കശുവണ്ടി തൊഴിലാളിയായും കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. എന്നാൽ ബിന്ദു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ തന്നെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പിന്നാലെ തന്നെ ആശുപത്രിയിലേക്കുള്ള ഓട്ടപ്പാച്ചിലായി കുടുംബജീവിതവും അവർ ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. അമ്മയ്ക്ക് ഭാരം പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അടുക്കള ജോലിയും വീട്ടുപണിയും ഒക്കെ തന്നെ അതായത് ഈ ജോലികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ കുഞ്ഞു ബിന്ദു പഠനത്തിലും എല്ലാം തന്നെ മുൻപന്തിയിലേക്ക് എത്തി. ഈ ജോലികളെല്ലാം തീർത്ത ശേഷമാണ് സ്കൂളിലേക്കും പിന്നീട് കോളേജുകളിലേക്കും പോയിരുന്നത്. ജീവിതത്തിലെ കഠിന പോരാട്ടങ്ങൾ അത് താണ്ടിയെത്തിയ ബിന്ദു കൃഷ്ണ മന്ത്രിസഭയിലെ പുതിയ മുഖമായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതൊരു രാഷ്ട്രീയ നേട്ടം മാത്രമല്ല, അതിജീവനത്തിന്റെ ശക്തമായ കഥ കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. ജീവിതം തിരിച്ചുപിടിക്കാൻ അച്ഛൻ ചായക്കട തുടങ്ങിയതോടുകൂടി തന്നെ ബിന്ദുവും ഒപ്പം കൂടി. രാത്രി ചായക്കടയിലെ ജോലി തീർത്തിട്ടാണ് ബിന്ദു പഠിച്ചിരുന്നത്. കോളേജ് കാലത്ത് KSU നേതാവായി വളർന്നപ്പോഴും അച്ഛന്റെ ചായക്കടയിലെ ജോലിയിൽ ബിന്ദു അവധിയെടുത്തിട്ടില്ല. കോളേജ് യൂണിയൻ മുതൽ പാർലമെന്റിലേക്ക് വരെ മത്സരിച്ചിട്ടുള്ള ബിന്ദുവിന്റെ ആദ്യ വിജയമാണ് കൊല്ലത്ത് നേടിയത്. കൊല്ലം SN കോളേജിന്റെ UUC, കൊല്ലം ജില്ലാ പഞ്ചായത്ത്, കൊല്ലം ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലേക്കും ആറ്റിങ്ങൽ നിന്ന് പാർലമെന്റിലേക്കും മത്സരിച്ചിട്ടുണ്ട്. 2021 കൊല്ലത്ത് M. മുകേഷിനോട് 2072 വോട്ടുകൾക്കാണ് അന്ന് പരാജയപ്പെട്ടത്. തുടർന്ന് മണ്ഡലത്തിൽ ജനകീയ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാൻ ബിന്ദുവിന് കഴിഞ്ഞിരുന്നു. അതേസമയം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച വി.ഡി. സതീശൻ മന്ത്രിസഭാ രൂപീകരണത്തിലും അത് പ്രകടമാക്കിയിരിക്കുകയാണ്. 1982 കെ കരുണാകരൻ സർക്കാരിന് ശേഷം UDFന്റെ മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ്. 2 വനിതാ മന്ത്രിമാർ, 2 പട്ടിക വിഭാഗത്തിൽ നിന്നുള്ളവർ. മന്ത്രിമാരിൽ യുവനിര, അതായത് പുതുമുഖങ്ങൾ ഇവിടെ കൂടുതലാണ്. അങ്ങനെ വിസ്മയത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു മന്ത്രിസഭ ആണ് ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ന് 10-ന് സെക്രട്ടേറിയറ്റിന് പിന്നിലുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലെ കൂറ്റൻ വേദിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിനോടൊപ്പം തന്നെ സത്യവാചകം ചൊല്ലും. അതേപോലെ മുഖ്യമന്ത്രി അടക്കമുള്ള 21 മന്ത്രിമാരുടെയും പട്ടിക കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അവിടെ ലോക് ഭവനിലേക്ക് വി.ഡി. സതീശൻ കൈമാറിയത്. മന്ത്രിമാർക്ക് ടേം വ്യവസ്ഥ കൊണ്ടുവരുന്നത് ഉഭയകക്ഷി ധാരണയായിട്ടുണ്ട് എന്നും എന്നാൽ തർക്കം ഇതുവരെയും തീർന്നിട്ടില്ല എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ തന്നെ പുറത്തു വന്നതാണ്. അനൂപ് ജേക്കബും മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കണം എന്നതാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിനോടകം തന്നെ അനൂപും കാപ്പനുമാകട്ടെ വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും അനൂപ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നതാണ് തീരുമാനം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗും മന്ത്രിസ്ഥാനത്തിന് ഇവിടെ ടേം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോടിന് മന്ത്രിസ്ഥാനം ഇല്ലാത്തതിനാൽ തന്നെ പാറയ്ക്കൽ അബ്ദുള്ളയെ 2.5 വർഷം അത് കഴിഞ്ഞ് മന്ത്രിയാക്കുമെന്നതാണ് ഇപ്പോൾ ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരാണ് ഒഴിയേണ്ടതെന്ന് ഇപ്പോൾ ലീഗ് പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.